ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ ആദ്യക്കൂട്ടിന് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് റൈസ് തീർന്നിരിക്കണ കാര്യം ഞാൻ ഓർത്തത്. അപ്പം നമ്മുടെ ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ട് റൈസും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഐറ്റമായിട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് ഇതുണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഹാഫ് ഒണിയൻ ഉണ്ട്. പിന്നെ എനിക്ക് ക്യാപ്സിക്കം യെല്ലോ കളറും റെഡും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഒരു ബ്രൊക്കോളിയുടെ ഒരു പോർഷനും എടുത്തിട്ടുണ്ടേ. അപ്പോൾ പിന്നെ 2 അല്ലി വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മുടെ കോക്കനട്ട് ഓയിലാട്ടോ ആഡ് ചെയ്തേക്കണത്. കോക്കനട്ട് ഓയിൽ എടുത്തു. അതിലോട്ട് 2 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസായ ഓണിയൻ, ക്യാപ്സിക്കം, പിന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഒരു ബ്രൊക്കോളിയുടെ ഒരു പോർഷനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല വഴണ്ട് വരുമ്പോഴത്തേനും അതിലോട്ട് നമ്മളൊരു മുട്ട കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ആഡ് ചെയ്യണില്ല. സോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതിലോട്ട് പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഒരു പിങ്ക് സാൾട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൈസി ആക്കാൻ വേണ്ടി കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം സ്പൈസി ആയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടം കഴിക്കത്തില്ല. എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ പോലെ തന്നെ സോസ് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മുടെ ചോറുണ്ടല്ലോ, ചോറ് ഒരു സ്പൂണല്ല, ഒരു തവി ചോറ് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇനി ഈ വലിയ അരി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യക്കൂട്ടം കഴിക്കുകയോ ഇല്ലയോ എന്നൊക്കെ. കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ ആദ്യക്കൂട്ടം പറഞ്ഞത് വലിയ അരിയല്ലോ, ബിരിയാണി റൈസ് അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒന്ന് കഴിച്ച് നോക്ക്, നല്ലതാണെങ്കിൽ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ആദ്യക്കൂട്ടം ട്രൈ ചെയ്തിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ ഡിഷ് ഇതായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചോറൊക്കെ അല്ലേ, ചോറും പിന്നെ വെജിറ്റബിൾസ്, എന്ത് വെജിറ്റബിൾസ് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസും ഉണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ അത് വെച്ചിട്ട് ട്രൈ ചെയ്തതാണ്. എന്തായാലും ആദ്യക്കൂട്ടന് ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടേരെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ദേ ലാസ്റ്റ് നമ്മുടെ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു രീതിയിലാട്ടോ വരുന്നത്. ഇതിൽ കുരുമുളകും ഉപ്പും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ വെജിറ്റബിൾസും നമ്മുടെ ചോറും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു മെനു ആയിരുന്നു.